ബിൽഡിംഗ് കൊളാപ്സ് നടക്കുക അല്ലെങ്കിൽ വാഹനാപകടങ്ങളൊക്കെ നടക്കുമ്പോഴത്തേക്കും അതിനിടയിലൊക്കെ ആൾ കുടുങ്ങിക്കഴിഞ്ഞാൽ ജാക്കിയൊക്കെ വെച്ച് വേണ്ട ഉയർത്താനായിട്ട്. അപ്പോൾ ജാക്കിയൊക്കെ കയറാൻ ഇത്ര ഹൈറ്റൊക്കെ വേണം. അത്ര ഹൈറ്റ് ഇല്ലാത്തൊരു സ്ഥലത്താണ് എങ്കിൽ ഏതാണ്ട് ഈ ഗ്യാപ്പുള്ള സ്ഥലത്ത് പോലും നമുക്ക് ഈ സാധനം എടുത്ത് വെച്ചിട്ട് ഇതിനകത്തോട്ട് എയർ കയറ്റിയിട്ടിട്ട് ഇങ്ങനെ എടുക്കാൻ പറ്റും. ഇതിൻ്റെ സൈസ് ഇതുമൊക്കെ കണ്ടിട്ട് ഇതെന്തിനു കൊള്ളാമെന്ന് തോന്നണ്ട. 4 ടൺ ഉയർത്താൻ കപ്പാസിറ്റി ഉണ്ട്. 4 ടൺ 4000 കിലോ ഉയർത്താനായിട്ട് കപ്പാസിറ്റി ഈ ബോളിനുണ്ട്. ഇത് 50 ടൺ ഉയർത്താൻ പാകത്തിനുള്ള ബാഗാണ്. കാണുമ്പോൾ കുഞ്ഞനാണെന്ന് കരുതി വിലയിരുത്തണ്ട. അകത്തോട് കയറി പോകട്ടോ. ഇത് ഇരുമ്പ് കട്ട് ചെയ്യാം, സ്പ്രെഡ് ചെയ്യാം, അകത്താനൊക്കെ പറ്റുന്ന ഇലക്ട്രിക്കലി ഓപ്പറേറ്റഡ് ഹൈഡ്രോളിക് കട്ട് ട്രാൻസ്ഫർ എന്ന് പറയും. ഇലക്ട്രിക്കലി ഓപ്പറേറ്റഡ് ആണ്, പക്ഷേ ഹൈഡ്രോളിക് പ്രഷറാണ് കിട്ടുന്നത് അകത്ത്. ഓപ്പറേറ്റ് ചെയ്യുന്നത് മറ്റേ ഹൈഡ്രോളിക് പമ്പ് വെച്ചിട്ടല്ല. മറ്റേ സാധാരണ നമ്മൾ ഹൈഡ്രോളിക് സാധനങ്ങളൊക്കെ വയ്ക്കുന്നതിന് ഹൈഡ്രോളിക്കിൻ്റെ പ്രത്യേക പമ്പ് ഉണ്ടാകും. ഓസൊക്കെ ഇട്ടിട്ട് അതിൽ നിന്ന് കണക്ട് ചെയ്തിട്ടാണ്. അത് ഞാൻ കാണിച്ചില്ല, അപ്പുറത്തെ ഇരിപ്പുണ്ട്. ഇത് അതിനുള്ളത് ബാറ്ററി വെച്ചിട്ട് ആണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഹൈഡ്രോളിക് എന്നാണ് പറയുക. ചെയ്താൽ അങ്ങനെ അകത്താൻ കഴിയും. രണ്ട് സാധനങ്ങൾ ഉണ്ടെങ്കിൽ ഇവിടെ എങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അതിനെ അകത്തിയെടുക്കാനായിട്ടും പിന്നെ ഈ സാധനം നിങ്ങൾ കണ്ടിട്ടുണ്ടാകും പല സ്ഥലങ്ങളിലും. കണ്ടിട്ടുണ്ടോ? എവിടെ കണ്ടേക്കണ? കോളേജിലുണ്ട്. ഇതെന്തിനു വെച്ചേക്കണതാ? അലാറം അടിക്കാനാ? സ്കൂളിൽ ഓരോ മണിക്കൂർ കഴിയുമ്പോൾ ബെല്ലടിക്കാൻ വേണ്ടി വെച്ചേക്കണ? ഇതിൻ്റെ ഉപയോഗം പല നിലകളുള്ള ബിൽഡിങ്ങുകളിൽ ഏതെങ്കിലും ഒരു നിലയിൽ അപകടം നടന്നിട്ടുണ്ട് എങ്കിൽ ആ അപകടം കാണുന്നയാൾ, അത് ഇന്നയാളൊന്നുമില്ല, ആദ്യം അപകടം കാണുന്നയാൾ ഈ നിലയിലൊരു അപകടം നടന്നിട്ടുണ്ട് എന്ന് മറ്റുള്ളവരെ അറിയിക്കാനും രക്ഷാപ്രവർത്തകർക്ക് എത്രയും വേഗം എത്തിച്ചേരാനും വേണ്ടിയിട്ട് ഒരു അറിയിപ്പ് സംവിധാനമാണ് ഇതിനെ മാനുവൽ കോൾ പോയിൻ്റ് എന്ന് പറയും. അത് MCP എന്ന ഷോർട്ട് പേരിൽ പറയും. ഇത് ചെയ്യേണ്ടത് ഇതിൻ്റെ സെൻറ്ററിൽ ഈ ബട്ടൺ ഒന്ന് അമർത്തിയാൽ മതി. ചില സ്ഥലങ്ങളിൽ വെച്ചേക്കണത് ഇങ്ങനെ ഒരു ഗ്ലാസ് ഇട്ട് അടച്ചിട്ടുണ്ടാകും. ആ ഗ്ലാസ് ബ്രേക്ക് ചെയ്താൽ മതി. ഗ്ലാസ് ബ്രേക്ക് ചെയ്യുമ്പോൾ തനി ഓപ്പറേറ്റ് ആവും. അപ്പോൾ ഇതിങ്ങനെ അമർത്തുമ്പോൾ ഇങ്ങനെ എൻ്റയർ ബിൽഡിങ്ങിൽ ഇങ്ങനെ ഒരു അലാം കേൾക്കും. ഇതിൻ്റെ കൺട്രോൾ റൂമിൽ ഏത് ഫ്ലോറിലാണോ അപകടം ഉണ്ടായതെന്നുള്ളതും അറിയാൻ കഴിയും. അപ്പോൾ രക്ഷാപ്രവർത്തകന് എത്രയും വേഗം ആ ഫ്ലോറിലേക്ക് എത്താൻ പറ്റും. അതിന് വേണ്ടിയിട്ടുള്ള സംവിധാനമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് പബ്ലിക് ഉപയോഗിക്കേണ്ട ഒരു സാധനമാണ്. അതുകൊണ്ട് എല്ലാവരും അറിഞ്ഞിരിക്കും. അല്ലാതെ ഫയർഫോഴ്സുകാർ മാത്രം അറിയേണ്ടതല്ല. അപകടം കാണുന്ന ആരും ചെയ്യേണ്ടതാണ്. ഇനി അകത്തേക്ക് വരാം. അതേപോലെ തന്നെ ആ സാധനം കണ്ട സ്ഥലങ്ങളിലൊക്കെ തന്നെ ഇതും ഉണ്ടാവും. കണ്ടിട്ടില്ലേ? അവിടെ ഇത് ഇങ്ങനെ ഒരു സാധനം വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു ഓസ്ട്രേലിയ വെച്ചിട്ടുണ്ട്. ഇതും പബ്ലിക് ഉപയോഗിക്കേണ്ടതാണ്. ഒരു ഫ്ലോറിൽ എവിടെയെങ്കിലും തീപിടുത്തം ഉണ്ടായിട്ടുണ്ട് എങ്കിൽ ആ ഫ്ലോറിൻ്റെ ലെങ്ത് വൈസ് നീളത്തിനനുസരിച്ചുള്ള നീളം ഈ ഓസിനുണ്ടാകും. നേരെ എടുത്തുകൊണ്ട് അങ്ങ് ഓടിയാൽ മതി. ഓടുക, അവിടെ ചെന്നിട്ട് ഈ വാൽവ് തുറന്നാൽ ഇതിനകത്ത് വെള്ളം വരും. വെള്ളം ഒഴുക്കി എടുത്ത് ഇതും പബ്ലിക് ഉപയോഗിക്കേണ്ട ഒരു സാധനം. കയറുക. ഈ സാധനവും നിങ്ങൾ കണ്ടിട്ടുണ്ട് ഇതിനു മുമ്പ് അല്ലേ? എക്സ്റ്റിങ്ക്വിഷറുകൾ. എക്സ്റ്റിങ്ക്വിഷർ ആരാ ഉപയോഗിക്കേണ്ടത്? അതും ആദ്യം തീ കാണുന്ന ആൾ ഉപയോഗിക്കേണ്ടതാണ്. അപ്പോൾ അറിയുമോ അത് ഉപയോഗിക്കാൻ? അതാ പഠിച്ചിട്ട് പോവാം. എക്സ്റ്റിങ്ക്വിഷർ നോർമലി ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും. എക്സ്റ്റിങ്ക്വിഷർ ഉപയോഗിക്കാനായിട്ട് അത് ഓർത്തിരിക്കുക. PASS ഓർത്തിരിക്കുക. ഇനി മറന്നു പോയില്ലല്ലോ. പാസിൻ്റെ ആദ്യത്തെ ലെറ്റർ P. ഇപ്പോൾ പുൾ ദ പിൻ. ഇതാണ് ആ പിന്ന്. ഈ പിന്ന് വലിച്ചു ഊരുക. പുൾ ദ പിൻ. അടുത്ത ലെറ്റർ A. എയിം ചെയ്യുക. എങ്ങോട്ടാണ് എയിം ചെയ്യേണ്ടത്? എവിടെയാണോ ഫയർ അങ്ങോട്ട് എയിം ചെയ്യണം. എന്ത് എയിം ചെയ്യണം? ഈ നോസിൽ എയിം ചെയ്യണം. എയിം ചെയ്ത് പിടിക്കുക. എന്നിട്ട് അടുത്ത ലെറ്റർ S. സ്ക്വീസ് എന്നാണ്. സ്ക്വീസ്. ഇവിടെയാണ് സ്ക്വീസ് ചെയ്യേണ്ടത്. സ്ക്വീസ് ചെയ്യുക, എയിം ചെയ്യുക, സ്ക്വീസ് ചെയ്യുക.
ഇനി തീ ഒരു പോയിന്റിലല്ലല്ലോ കത്തുന്ന, തീ ഇങ്ങനെ പടർന്ന് കത്തുമല്ലേ. അപ്പോൾ എല്ലാ സ്ഥലത്തേക്കും സ്വീപ്പ് ചെയ്യുക. അതാണ് അടുത്ത ലെറ്റർ എസ്. ഇതാണ് പാസ്. പിന്നെ ഇത് ഉപയോഗിക്കുമ്പോൾ തീയുടെ പ്രാരംഭഘട്ടത്തിൽ തുടക്കത്തിലേ ഉപയോഗിക്കണം. വലിയ തീ ആയി കഴിഞ്ഞിട്ട് ഇത് ഉപയോഗിച്ചിട്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ തീയുടെ പ്രാരംഭം, അതുകൊണ്ടാണ് തീ ആദ്യം കാണുന്നയാളെന്ന് പറഞ്ഞത്. അപ്പോൾ തീ ആദ്യം കാണുന്നയാൾ ഏറ്റവും അടുത്ത് തീയുടെ ചെല്ലാവുന്ന അത്ര അടുത്ത് ചെന്നിട്ട് വേണം ഇത് ഉപയോഗിക്കാൻ. കുറേ ദൂരെ മാറി നിന്നിട്ട് ഇത് ഉപയോഗിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഏറ്റവും അടുത്ത് ചെന്നിട്ട് ഇത് ഉപയോഗിക്കുക. ഉപയോഗിക്കുമ്പോൾ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കുക, ഒരു കാല് മുന്നോട്ട് വെച്ചിട്ട്, ഏതെങ്കിലും കാലം നമുക്ക് ഇതായിട്ടുള്ള ഏതെങ്കിലും ഒരു കാലം മുന്നോട്ട് വെച്ചിട്ട് നിന്നിട്ട് വേണം ഉപയോഗിക്കുക. അതായത് ഈ പടക്കത്തിന് തീ കൊടുക്കാൻ നിൽക്കില്ലേ, അതേപോലെ നിന്നിട്ട് ഉപയോഗിക്കുക. കാരണം തീ വേഗം ഒന്ന് പെട്ടെന്ന് ആളിക്കത്തുകയോ അല്ലെങ്കിൽ ഒരു സ്ഫോടനം ഉണ്ടാവുകയോ ഒക്കെ ചെയ്താൽ നമുക്ക് പെട്ടെന്ന് പുറകോട്ട് മാറാൻ കഴിയണം. ആ കണക്കിൽ നിന്നിട്ട് ഇത് ഉപയോഗിക്കാം. ഇത്രയും ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ പാസിനെ മറന്നു പോകില്ലല്ലോ. ഇനി എക്സ്റ്റിങ്ക്വിഷറിൻ്റെ തന്നെ മറ്റൊരു രൂപമാണിത്. ഇത് ഫയർ ബോൾ എന്നാണ് പറയുക. ഇതിന് പാസ്സൊന്നുമില്ല. ഇത് തീ കത്തിയാൽ നേരെ തീക്കകത്തേക്ക് എടുത്തിടുക. തീയുടെ ചൂട് കൊണ്ടിട്ട് ഇത് പൊട്ടിത്തെറിക്കും. ഇതിനകത്തുള്ള പൗഡർ വെളിയിൽ വന്നിട്ട് തീയണം. ഇതിൻ്റെ മറ്റൊരു രൂപം എന്ന് പറയുന്നത് ഇത് വാഹനങ്ങളിലൊക്കെ ഉപയോഗിക്കാനായിട്ടുള്ളതാണ്. വണ്ടികളുടെ ബോണറ്റിലൊക്കെ ഇതേപോലെ ഫിറ്റ് ചെയ്ത് വെക്കാം. ഇങ്ങനെ ഈ ക്ലാമ്പ് ഉപയോഗിച്ച് ഇങ്ങനെ ഉറപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ എഞ്ചിൻ റൂമിനകത്തൊരു തീയൊക്കെ ഉണ്ടെങ്കിൽ ആ തീയുടെ ചൂട് കൊണ്ടിട്ട് ഇത് പൊട്ടിത്തെറിക്കുകയും പൗഡർ വീണിട്ട് തീ അണയുകയും ചെയ്യും. അതാണ് എക്സ്റ്റിങ്ക്വിഷറുകളെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ മോതിരം ഉപയോഗിക്കുന്നത് ഞങ്ങൾ സ്ഥിരം അറ്റൻഡ് ചെയ്യുന്നൊരു കോളാണ്. മോതിരം ഇങ്ങനെ വിരലിങ്ങനെ കുടുങ്ങുക, മോതിരം അഴിച്ചു മാറ്റാൻ പറ്റാതെ എന്നിട്ടൊക്കെ ഫയർ സ്റ്റേഷൻ